ലാൻഡ് പാർക്കിലുണ്ടായ അപകടത്തിൽ വെഞ്ഞാറമൂട് പോലീസ് കേസെടുത്തു. ഹാപ്പി ലാൻഡ് പാർക്കിന്റെ പ്രവർത്തനം നിർത്തിവെപ്പിച്ചു. വില്ലേജ് ഓഫീസർ സ്ഥലത്തെത്തി. വില്ലേജ് ഓഫീസർ തഹസിൽദാർക്ക് റിപ്പോർട്ട് നൽകും. ബലമില്ലാത്ത ആംക്ലെയറിൽ വലിയ റൈഡ് സ്ഥാപിച്ചതാണ് അപകടത്തിന് കാരണമെന്ന് വാർഡ് മെമ്പർ മോഹൻ പറഞ്ഞു. ആംബുലൻസ് സൗകര്യം അത്യാവശ്യമാണ്. ഇത്രയും ജനങ്ങൾ വരുന്ന ഒരു സ്ഥലത്ത് ഒരു ആംബുലൻസ് സൗകര്യം അത്യാവശ്യമാണ്. അത് സർക്കാർ അതോറിറ്റികളും കൂടെ അത് ശ്രദ്ധിക്കണ്ടേ? ഇതുപോലെയുള്ള സ്ഥാപനത്തിന് ലൈസൻസ് കൊടുക്കുമ്പോഴത്തേക്ക് എന്തടിസ്ഥാനത്തിലാണ് ലൈസൻസ് കൊടുക്കണമെന്ന്, എന്തൊക്കെ അവിടെ ഉണ്ടെന്ന് ഈ സർക്കാർ ഉദ്യോഗസ്ഥർ ഇതൊന്ന് പരിശോധിക്കണ്ടേ? അതുപോലെ ഈ റൈഡ് നിങ്ങൾ കണ്ടല്ലോ, ഈ റൈഡ് ഇത്രയും വലിയൊരു റൈഡ് സെറ്റ് ചെയ്തേക്കണത് ഒരു 4.5 ഇഞ്ച് ആംഗ്ലെയറിൽ. അപകട സമയത്തെ ദൃശ്യങ്ങൾ ന്യൂസ് മലയാളത്തിന് ലഭിച്ചു. ദൃശ്യങ്ങളിലേക്ക്. സനിസ ശോഭാചന്ദ്രൻ വിവരങ്ങളുമായി ചേരും. സനിസ, ആ ദൃശ്യങ്ങൾ ഏറെ ഞെട്ടിക്കുന്നത് തന്നെയാണ് എന്നുള്ളതാണ്. വലിയ അപകടം ആണ് സംഭവിച്ചത്. എന്തായാലും ആശ്വാസകരം, പരിക്കേറ്റ ആരുടെയും നില ഗുരുതരമല്ല എന്നുള്ളത്. വലിയ തരത്തിലുള്ള വീഴ്ച അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം പ്രതികരിച്ച ആളിൽ നിന്നും വ്യക്തമാണ് എന്നുള്ളതാണ്. ഇത്രയും അധികം ആളുകൾ, ചെറിയ കുട്ടികൾ വരെ വരുന്ന സ്ഥലത്ത് എങ്ങനെയാണ് ഈ ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടായത്? ഇവിടെ സേഫ്റ്റി ചെക്ക് അടക്കമുള്ള കാര്യങ്ങൾ നടന്നിട്ടില്ലേ? മറ്റ് ഈ പറയുന്ന പോലെ ആംബുലൻസ് അടക്കമുള്ള സൗകര്യങ്ങളൊന്നും സമീപത്തില്ല എന്ന് പറയുന്നു. ഇപ്പോൾ എന്താണ് അവിടെയുള്ള ആളുകളൊക്കെ പറയുന്നത്? ഈ പരിക്കേറ്റവരുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയാണ്? സ്വാതി, ഇന്ന് ഉച്ചയ്ക്ക് 12:15 കൂടിയിട്ടാണ് ഈ ഒരു അപകടം നടക്കുന്നത്. അടിമുടി സുരക്ഷാ വീഴ്ച സംഭവിച്ചു എന്ന് തന്നെ പറയാം. 12 പേരായിരുന്നു ഈ ഒരു റൈഡിൽ ആ ഒരു അപകടം നടക്കുന്ന സമയത്തുണ്ടായിരുന്നത്. അതിൽ 5 പേർക്കാണ് പരിക്കേറ്റത്. നാഗർകോവിൽ സ്വദേശികളാണ്. സീമണി 49 വയസ്സുള്ള സീമണി, മനോരഥി 54 വയസ്സുള്ള മനോരഥി, മാലിനി 49 വയസ്സുള്ള മാലിനി, ശ്യാം ഡാനിയൽ 14 വയസ്സ് കുട്ടിയാണ്, റോസ് 16 വയസ്സുള്ള മറ്റൊരു കുട്ടിയുമുണ്ട്. ഇവർക്കാണ് പരിക്കേറ്റത്. ഇതിൽ ഒരാൾക്ക് കൈക്ക് പൊട്ടുണ്ടെന്നും ഒരാൾക്ക് തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും മനസ്സിലാക്കുന്നു. പക്ഷേ ഇവർക്ക് ആർക്കും തന്നെ ജീവഹാനി സംഭവിക്കുന്ന തരത്തിൽ ഗുരുതരമായ പരിക്കുകൾ പറ്റിയിട്ടില്ല എന്നത് ആശ്വാസകരമാണ്. പക്ഷേ ഈ ഒരു റൈഡിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ അടിമുടി വീഴ്ച എന്ന് തന്നെ പറയാം. ഇപ്പോൾ ഇതാ അതിന്റെ ഈ റൈഡിന്റെ ആംഗ്ലെയർ, ഇത്രയും വലിയൊരു റൈഡിന്റെ ആംഗ്ലെയറിലേക്ക് നിങ്ങൾ നോക്കിയാൽ അത് തുരുമ്പെടുത്ത് നശിച്ച അവസ്ഥയിലേക്കും, അതുപോലെ തന്നെ ഇത്രയും വലിയൊരു റൈഡിന് ഇത്രയും ചെറിയൊരു ആംഗ്ലെയർ ആണോ, അതെങ്ങനെയാണ് അധികൃതർ ലൈസൻസ് നൽകിയത് എന്നതാണ് നമ്മൾ ആദ്യം തന്നെ ചോദിക്കേണ്ടത്. ഇത് ഒരു അധികൃതരും കാണാതെയാണോ, പരിശോധന നടത്താതെയാണോ ലൈസൻസ് നൽകിയതെന്ന് നമ്മൾ ചോദിക്കേണ്ടിയിരിക്കുന്നു. വലിയൊരു റൈഡിന് ചെറിയ ഒരു അടിത്തറ എന്ന് തന്നെ പറയണം. കൂടാതെ തന്നെ ഈ ഒരു റൈഡിനെ ബന്ധിപ്പിക്കുന്ന ഹൈഡ്രോളിക് സംവിധാനം അത് പൊട്ടിയാണ് ഈ ഒരു അപകടം തന്നെ ഉണ്ടായിരിക്കുന്നത്. അതിന്റെ അവസ്ഥ നമ്മൾ നോക്കിയാൽ തുരുമ്പ് പിടിച്ച് അതിന്റെ ഗ്രീസൊക്കെ പുറത്തു വന്ന് അത്രയും ശോചനീയമായി ബലക്ഷയം സംഭവിച്ച ഒരു അടിത്തറ തന്നെ ഇല്ലാത്തൊരു സാഹചര്യം, ബലമുള്ള ഒരു അടിത്തറ ഇല്ലാത്ത സാഹചര്യം, അതിനെ ബന്ധിപ്പിക്കുന്ന ഹൈഡ്രോളിക് സംവിധാനത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ തുരുമ്പ് പിടിച്ച് അത്രയും ബലക്ഷയം സംഭവിച്ച ഒരു സാഹചര്യം. ഈ റൈഡിന്റെ എല്ലാ ഭാഗവും പരിശോധിച്ചാൽ നമുക്ക് അത് ബലക്ഷയം സംഭവിച്ച് തുരുമ്പ് പിടിച്ച ഒരു അവസ്ഥയിലാണ് ഉള്ളത് എന്ന് തന്നെ പറയാം. ആദ്യഘട്ടത്തിൽ തന്നെ ഒരു തരത്തിലുള്ള പരിശോധനയും നടത്താതെയാണ് ഇതിന് വീണ്ടും ലൈസൻസ് നൽകിയത് എന്ന് തന്നെ വ്യക്തമാകും. കൂടാതെ ഈ ഒരു അപകടം നടന്ന സമയത്ത് യാതൊരുവിധ സുരക്ഷാ മാനദണ്ഡവും അല്ലെങ്കിൽ ഇവിടെ വരുന്ന വിനോദസഞ്ചാരികൾക്ക് വേണ്ടി യാതൊരുവിധ സുരക്ഷയും ഈ പാർക്ക് ഒരുക്കിയിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ. വെമ്പായത്തെ ഈ ഹാപ്പി ലാൻഡ് പാർക്കിൽ അങ്ങനെ യാതൊരു സംവിധാനം തന്നെ ഇല്ല എന്ന് തന്നെ പറയണം. ഇവിടെ ആംബുലൻസ് സൗകര്യം ഉണ്ടായിരുന്നില്ല, അതുപോലെ തന്നെ ഫസ്റ്റ് എയ്ഡ് സംവിധാനം ഉണ്ടായിരുന്നില്ല. മുൻപും ഇതേപോലെ തന്നെ ഒരു സമാനമായ അപകടം നടന്നിട്ടുണ്ട്. പൂളിൽ ഒരു കുട്ടി മരിച്ച ഒരു സംഭവം നടന്നിട്ടുണ്ട്. അന്നും ആംബുലൻസ് സൗകര്യം ഉണ്ടായിരുന്നില്ല. എന്നിട്ട് വീണ്ടും എങ്ങനെയാണ് ഈ ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിന് ലൈസൻസ് നൽകിയത് എന്നത് പ്രസക്തമായ ഒരു ചോദ്യമാണ്. നേരത്തെ മെമ്പർ അടക്കം നമ്മളോട് സംസാരിച്ചു. അത് തന്നെയാണ് മെമ്പറും ചോദിക്കുന്നത്. എന്ത് പരിശോധിച്ചാണ് ഇതിന് വീണ്ടും ലൈസൻസ് നൽകിയത്? ഇവിടെ അന്ന് ആ കുട്ടി മരിച്ച സമയത്തും ഫസ്റ്റ് എയ്ഡ് സംവിധാനമോ ആംബുലൻസ് സംവിധാനമോ ഇല്ലെന്ന് ഇവിടുത്തെ നാട്ടുകാരും അതുപോലെ തന്നെ മെമ്പറും വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ നേരത്തെ ഇവിടെ മുൻ മന്ത്രിയും ഇപ്പോഴത്തെ MLA-യുമായിട്ടുള്ള GR അനിൽ വന്നിരുന്നു. അദ്ദേഹവും ഈ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ സംഭവിച്ച അപകടത്തെ പറ്റി പറഞ്ഞു. അദ്ദേഹം ആ സമയത്ത് ഇവിടുത്തെ മാനേജറുമായി ബന്ധപ്പെട്ടിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോഴും അദ്ദേഹം പറയുന്നു ഇപ്പോൾ ഇനി എന്തായാലും നടപടി സ്വീകരിക്കും, ഇതുമായി ബന്ധപ്പെട്ട എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചാൽ മാത്രമേ ഇനി ഈ ഒരു പാർക്കിന് ലൈസൻസ് നൽകൂ എന്നും പറഞ്ഞിട്ടുണ്ട്. കൂടാതെ ഇപ്പോൾ കേസ് എടുത്തിട്ടുണ്ട്.
പോലീസ് കേസെടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ ഇവിടെ വില്ലേജ് ഓഫീസർ എത്തിയിരുന്നു. വില്ലേജ് ഓഫീസർ എത്തി തഹസിൽദാർക്ക് റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ പ്രാഥമിക പരിശോധനയൊക്കെ നടത്തി ശേഷം പൂർണ്ണമായിട്ടൊരു റിപ്പോർട്ട് തയ്യാറാക്കി കളക്ടർക്ക് കൈമാറും. കളക്ടർ അതിനു മുന്നേ ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. എന്താണ് സംഭവിച്ചത്, എന്താണ് ഇവിടുത്തെ സുരക്ഷാ വീഴ്ച എന്നടക്കം ആരാഞ്ഞുകൊണ്ടൊരു റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ അല്പസമയം മുമ്പ് ഇവിടെ വില്ലേജ് ഓഫീസർ എത്തിയിരുന്നു. വെഞ്ഞാറമൂട് പോലീസ് കേസും എടുത്തിട്ടുണ്ട്. പ്രാഥമിക അന്വേഷണം ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ എന്തായാലും വലിയ തരത്തിലുള്ള സുരക്ഷാ വീഴ്ചയാണ് നടന്നിട്ടുള്ളത്. അതിന് നമ്മൾ കൂടുതലായിട്ട് എങ്ങും പോവേണ്ട, ഇതിലെ ദൃശ്യങ്ങൾ മാത്രം കണ്ടാൽ മതി. എന്തൊക്കെയാണ്, എത്ര വലിയ സുരക്ഷാ വീഴ്ചയാണ് ഇവിടെ നടന്നത്. സാധാരണ രീതിയിൽ കുട്ടികൾ, ആയിരക്കണക്കിന് കുട്ടികൾ അടക്കം ഇങ്ങോട്ടേക്ക് വരുന്നതാണ്. അത്തരം ഒരു സാഹചര്യത്തിലാണ് ഇത്രയും വലിയൊരു അപകടം നടന്നത്. ആർക്കും വലിയ ഗുരുതരമായ പരിക്കു പറ്റാത്തത് ആശ്വാസം എന്ന് തന്നെ പറയണം. പക്ഷെ അപ്പോഴും ഈ അപകടത്തിന്റെ ഒരു വലുപ്പം ഇല്ലാതായി പോകുന്നില്ല. കുട്ടികൾ അടക്കം ഈ ഒരു അപകടത്തിൽ പെട്ടു. വലിയൊരു പാനിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ. എന്നാൽ ആ സമയത്ത് പോലും ഒരു ആംബുലൻസ് സൗകര്യമോ ഒരു ഫസ്റ്റ് എയ്ഡ് സൗകര്യമോ ഒരു ആയിരക്കണക്കിന് ആളുകൾ എത്തുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിൽ ഇല്ല എന്ന് പറയുന്നത് ഞെട്ടിപ്പിക്കുന്നതാണ്. എന്ത് പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരം കേന്ദ്രങ്ങൾക്ക് ലൈസൻസ് നൽകുന്നത് എന്ന് തന്നെയാണ് ചോദ്യം. ഒരു അപകടം സംഭവിക്കേണ്ടി വന്നു ഇത്തരം കാര്യങ്ങളിൽ കണ്ണു തുറക്കാൻ എന്നുള്ളതാണ്. എങ്ങനെയാണ് ലൈസൻസ് നൽകിയത്? ഇത്രയും വർഷം പഴക്കമുള്ള സാധനങ്ങളാണ് അവിടെ ഉപയോഗിക്കുന്നത്. ചെറിയ കുട്ടികൾ അടക്കമുള്ള ആളുകൾ വരുന്നതാണ്. അവിടെയാണ് ഈ ഒരു അപകടമുണ്ടായത്. എന്തോ ഭാഗ്യത്തിന് വലിയ തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള പരിക്കുകളിലേക്കൊന്നും ഈ അപകടത്തിൽ പെട്ട ആളുകൾ നീങ്ങിയില്ല എന്നുള്ളത് മാത്രമാണ് ഈ ഒരു സമയത്ത് ആശ്വാസകരമായിട്ടുള്ള കാര്യം.